ഹലോ ഹലോ മക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ മലയാളം, അതായത് ഉത്ഗ്രഥനത്തിൻ്റെ 2ാം ദിവസത്തെ ചോദ്യപേപ്പറാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ പ്രവർത്തനങ്ങളുടെ ബാക്കിയായിട്ട് പ്രവർത്തനം 6, ആശംസാ കാർഡ് നിർമ്മാണം. റയാൻ്റെ പിറന്നാളിന് കൂട്ടുകാർ ആശംസാ കാർഡുകൾ നൽകി. നിങ്ങളുടെ സുഹൃത്തിൻ്റെ പിറന്നാളിന് നൽകാനായി ഒരു ആശംസാ കാർഡ് തയ്യാറാക്കുക. അപ്പോൾ ഇതുപോലെ ഒരു ആശംസാ കാർഡ് നിങ്ങൾക്ക് തയ്യാറാക്കാം. ഇങ്ങനെ ഡിസൈൻ ചെയ്ത് അതിനുശേഷം നടുവിൽ വാക്യങ്ങൾ എഴുതാം. നിൻ്റെ എല്ലാ സ്വപ്നങ്ങളും നിറവേറട്ടെ. ആരോഗ്യവും സന്തോഷവും എപ്പോഴും നിനക്കൊപ്പം ഉണ്ടാകട്ടെ. ജന്മദിനാശംസകൾ. സ്നേഹത്തോടെ നിങ്ങളുടെ പേരും എഴുതുക. അതുപോലെ മേലെ നിങ്ങളുടെ കൂട്ടുകാരൻ്റെ പേരും എഴുതാം. അടുത്തത് പ്രവർത്തനം 7, കെട്ടിട നിർമ്മാണം. നിർമ്മാണം നടക്കുന്ന സ്കൂൾ കെട്ടിടത്തിൻ്റെ അടുത്തേക്ക് റയാനും കൂട്ടുകാരും എത്തി. കെട്ടിട നിർമ്മാണത്തിൻ്റെ ഘട്ടങ്ങൾ തിരിച്ചറിഞ്ഞ് ചിത്രങ്ങൾക്ക് താഴെ എഴുതുക. ആദ്യത്തെ ചിത്രം സിമൻറ്റ് തേക്കൽ, 2ാമത്തെ ചിത്രം ചുമർ നിർമ്മാണം. 3ാമത്തെ ചിത്രം എന്താണ്? തറയൊക്കെ പണിത് കഴിഞ്ഞു, തറ മണ്ണിട്ട് നിറയ്ക്കലാണ്. തറ മണ്ണിട്ട് നിറയ്ക്കൽ. അടുത്ത ചിത്രം പെയിൻറ് ചെയ്യലാണ്, പെയിൻ്റ് അടിക്കൽ. അവസാനത്തെ ചിത്രം കട്ടിള വയ്ക്കൽ. അത് നമുക്ക് എഴുതി കൊടുക്കാം. പ്രവർത്തനം 8, ഉദ്ഘാടനം. റയാൻ്റെ സ്കൂളിലെ പുതിയ കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയായി. ഉദ്ഘാടനത്തിന് എല്ലാവരെയും ക്ഷണിക്കുവാനുള്ള ഒരു കത്ത് തയ്യാറാക്കുക. സ്ഥലം ഗവൺമെൻറ് LPS മണിമല. തീയതി 2025 ഡിസംബർ 22. സമയം രാവിലെ 10 മണി. അപ്പോൾ നമുക്കിങ്ങനെ ക്ഷണക്കത്ത് തയ്യാറാക്കി നോക്കാം. ആദ്യം സ്ഥലവും തീയതി എഴുതുക. മണിമല. ക്ഷണിക്കുന്ന തീയതി 1/12/2025. പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ സ്കൂളിൻ്റെ പുതിയ കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയായി. കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തിന് എല്ലാവരെയും ക്ഷണിക്കുന്നു. 2025 ഡിസംബർ 22 രാവിലെ 10 മണിക്കാണ് ഉദ്ഘാടനം. എല്ലാവരും സമയത്ത് തന്നെ എത്തിച്ചേരുമല്ലോ എന്ന് ഹെഡ് മിസ്ട്രസ്, ഗവൺമെൻറ് LPS മണിമല. ഇതുപോലെ നമുക്കൊരു ക്ഷണക്കത്ത് തയ്യാറാക്കാം. ഇനി പ്രവർത്തനം 9, തരംതിരിക്കാം. ഉദ്ഘാടന ദിനത്തിൽ എല്ലാവർക്കും സദ്യയുണ്ട്. സദ്യയ്ക്കുള്ള സാധനങ്ങൾ പാചകപ്പുരയിൽ കൊണ്ടുവന്നു. അവയെ തരംതിരിച്ച് പട്ടികപ്പെടുത്തുക. അരിയും പച്ചക്കറികളൊക്കെ ഉണ്ട്, അവയൊക്കെ നമുക്കൊന്ന് തരംതിരിക്കാം.